നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനയാത്രയ്ക്കിടെ രക്തം ഛർദ്ദിച്ച യാത്രക്കാരൻ മരിച്ചു. യാത്രക്കാരന്റെ ആരോഗ്യസ്ഥിതി അപകടകരമായ നിലയിലായതിനെ തുടർന്ന് വിമാനം തൊട്ടടുത്ത വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 62 വയസ്സുകാരനായ യാത്രക്കാരനാണ് രക്തം ഛർദ്ദിച്ച് മരിച്ചത്. മുംബൈയിൽ നിന്ന് റാഞ്ചിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. വിമാനത്തിൽ വെച്ച് ഈ 62 വയസ്സുകാരൻ അമിതയളവിൽ രക്തം ഛർദ്ദിക്കുകയായിരുന്നു. ഇത് കണ്ട് മറ്റ് യാത്രക്കാരും ജീവനക്കാരുമൊക്കെ പരിഭ്രാന്തരായി. യാത്രക്കാരന്റെ ആരോഗ്യസ്ഥിതി അപകടകരമായ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയതും പൈലറ്റിനെ ഈ വിവരം അറിയിക്കുകയും പൈലറ്റ് ഉടനടി എമർജൻസി ലാൻഡിങ്ങിനുള്ള അനുമതി തേടുകയുമായിരുന്നു. നേരത്തെ വിവരം അറിയിച്ചത് അനുസരിച്ച് ഒരു മെഡിക്കൽ സംഘം ഈ വിമാനത്താവളത്തിൽ കാത്തുനിന്നിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും 62കാരന് മരണം സംഭവിച്ചിരുന്നു. യാത്രക്കാരന് ക്ഷയരോഗവും ഗുരുതരമായ വൃക്കരോഗവും ഉണ്ടായിരുന്നതായാണ് ആശുപത്രി അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. പിന്നീട് തുടർ നടപടികൾക്കായി മൃതദേഹം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 2 ആഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് നാഗ്പൂർ വിമാനത്താവളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞയാഴ്ച ഇൻഡിഗോ എയർലൈൻസിന്റെ പൈലറ്റ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. ബോർഡിംഗ് ഗേറ്റിന് സമീപം ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇദ്ദേഹം വിമാനത്താവളത്തിന്റെ ബോർഡിംഗ് ഗേറ്റിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. മതിയായ വിശ്രമം ലഭിച്ചിട്ടുള്ള പൈലറ്റാണ് മരിച്ചത് എന്ന് DGCA വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. കിങ്സ്വേ ആശുപത്രി വൃത്തങ്ങളാണ് മരണം സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പൈലറ്റ് മരണത്തിന് കീഴടങ്ങിയിരുന്നതായാണ് വ്യക്തമാക്കുന്നത്. നാഗ്പൂരിൽ നിന്ന് പൂനെയിലേക്കുള്ള വിമാനത്തിന്റെ പൈലറ്റ് ആയിരുന്നു. അന്നേ ദിവസം ആ സർവീസ് ഉൾപ്പെടെ 4 സെക്ടറുകളിലേക്ക് ഇദ്ദേഹത്തിന് സർവീസ് ഉണ്ടായിരുന്നു. ഇതിലെ ആദ്യ സെക്ടർ പറത്താൻ നാഗ്പൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പൈലറ്റ് കുഴഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പൂനെ വഴി നാഗ്പൂരിലേക്കുള്ള വിമാനം പറത്തിയതും ഈ പൈലറ്റ് ആയിരുന്നു. പൈലറ്റ് കുഴഞ്ഞു വീണെങ്കിലും നിശ്ചയിച്ച സമയത്തിന് 14 മിനിറ്റിന് ശേഷം ഉച്ചയ്ക്ക് 1:24 വിമാനം യാത്ര പുറപ്പെട്ടതായി ഇൻഡിഗോ വൃത്തങ്ങൾ അറിയിച്ചു. അതുപോലെ ഡൽഹിയിൽ നിന്നും ദോഹയിലേക്ക് പുറപ്പെട്ട ഖത്തർ എയർവേസിലെ പൈലറ്റ് ജോലിക്കിടെ കുഴഞ്ഞു വീണ മരണമടഞ്ഞിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്ക് യാത്ര തിരിച്ച വിമാനത്തിലെ അഡീഷണൽ പൈലറ്റായി പാസഞ്ചർ ക്യാബിനിൽ യാത്ര ചെയ്തിരുന്ന പൈലറ്റായിരുന്നു മരിച്ചത്. യാത്രക്കിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ എമർജൻസിയായി വിമാനം ദുബായിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 17 വർഷത്തോളം സ്പൈസ് ജെറ്റിൽ പൈലറ്റായിരുന്ന അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് ഖത്തർ എയർവേസിലേക്ക് മാറിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.